ഈ കാണുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി ഹാർഡ് ഡിസ്കായ NVMe ഹാർഡ് ഡിസ്കിനെ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻക്ലോഷറാണ്. അതിൻ്റെ ആ ലോക്ക് തുറക്കുന്നതാണ്. അത് അൺലോക്ക് പൊസിഷനിലേക്ക് ഇട്ടിട്ട് ആ കറുത്ത ഭാഗത്ത് പുറയുന്ന തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് അത് ഇറങ്ങി വരും. അങ്ങനെ വന്നിട്ട് നമുക്കതിൻ്റെ അകത്തോട്ട് ഹാർഡ് ഡിസ്ക് NVMe ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് NVMe ഹാർഡ് ഡിസ്ക്. ഇത് 512 GB ഹാർഡ് ഡിസ്ക്കാണ്. ഇത് നമുക്ക് അതിനകത്തോട്ട് വെക്കാം. അതിനായി അത് ഹാർഡ് ഡിസ്കിൻ്റെ കേസ് എടുക്കുന്നു. അതിൻ്റെ ആ വെട്ട് നോക്കി, ഹാർഡ് ഡിസ്കിൻ്റെ ആ ഭാഗത്തൊരു വെട്ട് കണ്ടോ, അത് ആ എൻക്ലോഷറിലും ആ വെട്ടുണ്ട്. അത് നോക്കി അങ്ങോട്ട് പ്ലേസ് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്നും പ്ലേസ് ചെയ്തിട്ട് അവിടെ നിന്ന് പുറകിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പുഷ് ചെയ്യുമ്പോഴത്തേനും അവിടെ പോയി അത് ഫിക്സ്ഡ് ആവും. അപ്പോൾ ടിക്കർ സൗണ്ട് കേൾക്കും. എന്നിട്ട് ആ കാണുന്ന നോബ് നമ്മളിങ്ങനെ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് 180 ഡിഗ്രി തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതവിടെ ഫിറ്റായിട്ടിരിക്കും. വേറെ മോഡലുകളുണ്ട്. അത് ചിലത് സ്ക്രൂ വെച്ച് മുറുക്കേണ്ടതുമുണ്ട്. ഇതിൻ്റെ ഇങ്ങനെയാണ്, എളുപ്പമുള്ള മെത്തേഡാണ് ഇതിൻ്റെ. അതിനുശേഷം ഈ തെർമൽ സിലിക്കൺ പാഡ് എടുക്കണം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് വശവും നമ്മൾ അതിൻ്റെ പീൽ മാറ്റി കൊടുക്കണം. അതങ്ങനെ അടക്കിയതിന് ശേഷം ഹാർഡ് ഡിസ്കിൻ്റെ ടോപ്പ് ഭാഗത്ത് നമുക്കത് ഫിക്സ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ മുകളിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ എല്ലാ വശവും കറക്റ്റായിട്ട് ഒട്ടിച്ചതിന് ശേഷം എൻക്ലോഷറിൻ്റെ അടപ്പടയ്ക്കാം. അപ്പോൾ അതിനായിട്ട് അതിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം. ഏത് വശമാണ് കറക്റ്റായിട്ട് സ്യൂട്ടാകണമെന്ന് നോക്കി അത് അടയ്ക്കണം. അങ്ങനെ എൻക്ലോഷർ പുഷ് ചെയ്ത് നമ്മൾ അടയ്ക്കുമ്പോൾ അവിടെ അത് ഫിക്സ് ആവും. അപ്പോൾ അവിടെ ലോക്ക് പൊസിഷനിലാക്കി ഇടുക. ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് പൊസിഷനിലാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ കേബിൾ കണക്ട് ചെയ്യാം. ഇതിനകത്ത് C ടൈപ്പ് കേബിളാണ് വരുന്നത്, പുതിയ ടൈപ്പ് മൊബൈലിൻ്റെ കേബിള്. ആ കേബിൾ കണക്ട് ചെയ്ത് മറ്റേ വശം ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്യാം. ഈ എൻക്ലോഷർ വാങ്ങിക്കുമ്പം Type C രണ്ട് വശത്തുള്ള കേബിളും അതിൻ്റെ കൂടെ കിട്ടുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പിലൊക്കെ Type C കണക്ടിവിറ്റി വരുന്നുണ്ട്. അത് 10 GB/s ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡുണ്ട്. USB 2-നേക്കാളും 20 ടൈംസ് ഫാസ്റ്റർ. അതുപോലെ USB 3-യേക്കാളും ഇരട്ടി സ്പീഡാണ്. പിന്നെ SATA 3ക്ക് 6 GB/s ആണ്. ഇതിന് 10 GB/s സ്പീഡുണ്ട് Type Cക്ക്. ഇനി ഹാർഡ് ഡിസ്ക് നമുക്ക് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ കാണുന്ന ഈ ഡ്രൈവാണ് നമ്മുടെ പുതിയ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തത്. എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്ത ഹാർഡ് ഡിസ്കിൻ്റെ ഡ്രൈവാണ് കാണിക്കുന്നത്. ഈ ഡ്രൈവ് നേരത്തേത് ലാപ്ടോപ്പിൽ വെച്ച് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അതായത് ആ ഫയൽ കിടക്കുന്നത് വിൻഡോസിൻ്റെ ഫയലാണ് കിടക്കുന്നത്. മറ്റേ ലോക്കൽ C എന്നുള്ളതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹാർഡ് ഡിസ്ക്. ഈ ഡ്രൈവ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന വിൻഡോസിൻ്റെ ഫയൽസാണത്. ഇനി നമുക്ക് ആ Type C കണക്ടിവിറ്റി അപ്പുറം ഇപ്പുറമുള്ള ആ കണക്ടർ ഒന്ന് കണക്ട് ചെയ്ത് മൊബൈലിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് മൊബൈലിലേക്ക് നമുക്ക് നോക്കിയിട്ട് ഉണ്ടോ എന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. അതിൻ്റെ മൈ ഫയൽസ് എടുക്കണം. അപ്പോൾ അതിനകത്ത് ഇൻറ്റേർണൽ സ്റ്റോറേജും SD കാർഡും മാത്രമേ കാണിച്ചുള്ളൂ. ഡ്രൈവിൻ്റെ ഇത് കാണിച്ചില്ല. ഒരു സാംസങ് M31 ഫോണാണ്. ചിലപ്പോൾ വേറെ ഫോണിൽ എടുക്കുമായിരിക്കും.
ചെക്ക് ചെയ്യണം. ഏതായാലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോണിൽ എടുത്തിട്ടില്ല. ഈ എൻക്ലോഷർ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അത് വർക്കായിട്ടുണ്ടെങ്കിൽ അതിവിടെ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ M51 ഫോണിൽ നിന്ന് കണക്ട് ചെയ്ത് നോക്കാൻ പോകുന്നു. മുമ്പ് M31 എടുക്കാതിരുന്നത്. ഇതെൻ്റെ M51 ഫോണാണ്. ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിൽ ഹാർഡ് ഡിസ്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഓക്കെ, മൈ ഫയൽസ് എടുത്ത് നോക്കാം. ഇൻറ്റേർണൽ സ്റ്റോറേജ് SD കാർഡും കഴിഞ്ഞ് ഒരെണ്ണം കാണിക്കുന്നുണ്ട്. USB സ്റ്റോറേജ് വേണമെന്ന് പറഞ്ഞെണ്ണം കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് എടുത്തിട്ടുണ്ട്. 476 GB കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സക്സസ് ആയി. 51 ഇച്ചിരി അഡ്വാൻസ്ഡ് ഫോണാണ്, അതുകൊണ്ടായിരിക്കും ഞാൻ എടുത്തത്. അപ്പോൾ ഓരോ റേഞ്ച് കൂടിയ ഫോൺ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഹാർഡ് ഡിസ്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും.